Hi everyone, it's Afra Jasura and I'm a new budding author. So let me get this straight. ഇന്ന് ഞാൻ എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്ത ഒരു ജേണിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതേപോലെ തന്നെ ഒരു നോവൽ എങ്ങനെ എഴുതണം എന്നുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് പബ്ലിഷ്ഡ് ഗോത്തിക് നോവൽ ബൈ അഫ്ര ജാസുര. ഓഗസ്റ്റ് പേര് പറയുന്നത് ഓഗസ്റ്റ് എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുക. ആൻഡ് ഹിയർ ദിസ് ഇസ് ദി ഓതർ നെയിം. ദെൻ വെൻ യു ഓപ്പൺ ദിസ് ഇങ്ങനൊരു ഇന്റർഫേസ് കാണാം. And after this, corporate content, and to those who loves to read haunted stories, this is the dedication part. Yeah, so this is my cover page. Back page കാണിച്ചുതരാം. സോ ഈ ബുക്കിന് പ്ലോട്ട് സമ്മറി പറയുകയാണെങ്കിൽ ഒരു പെൺകുട്ടി 20 ഏജുള്ള ഒരു ഗേള് ഒരു അബാൻഡൻ പ്ലേസിനെ കുറിച്ച് കേൾക്കുന്നു. അവൾക്ക് അവിടെ പോകാനുള്ള ഒരു ആഗ്രഹം വരുന്നു. വിത്ത് ക്യൂരിയോസിറ്റി ഷി ഗോസ് ദേർ ആൻഡ് അവിടെ ഉണ്ടാകുന്ന സ്ട്രഗിൾസും അത് കഴിഞ്ഞിട്ട് അവൾ എങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു എന്നുള്ളതൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ വി ഹാവ് 26 ചാപ്റ്റേഴ്സ് ഇൻ ദിസ് ബുക്ക്. അങ്ങനെയാണ് ഞാൻ ഓരോ സ്ട്രിങ്സും തരംതിരിച്ചിരിക്കുന്നത്. സോ ബേസിക്കലി ഞാൻ എന്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെ ഒരു നോവൽ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ ലോങ് ബിഫോർ ഞാനൊരു ഡയറിയിൽ എഴുതി വെക്കാറുള്ള കാര്യമാണ്. ലൈക്ക് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, എനിക്കൊരു ബുക്ക് എഴുതണം, അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ ഞാൻ എഴുതും. സോ ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബുക്ക് തുടങ്ങണം. പക്ഷെ അത് എങ്ങനെ ചെയ്യണം, തുടങ്ങണം ഒന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഹ്ല ഇക്ബാൽ. ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഷീസ് ഓൾസോ ആൻ ഓതർ ഓഫ് 5 books. അപ്പോൾ അവൾ എനിക്ക് കുറച്ച് ഐഡിയാസ് പറഞ്ഞു തന്നു. അവൾ ഓൾറെഡി അവളുടെ ബുക്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പോയട്രീസ് ഒക്കെ എഴുതൂലേ, അപ്പോൾ വാട്ട് ഐ തിങ്ക് വാസ് ഇതൊക്കെ വെറും പ്രൊഫഷണൽസിന് മാത്രമാണ്, ലൈക്ക് വലിയ വലിയ ആൾക്കാർക്കുള്ളതാണ്, ഞങ്ങളെങ്ങനെ ഇത് എഴുതാൻ അങ്ങനെയൊക്കെ തിങ്ക് ചെയ്തിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ അവൾ പോയട്രി എഴുതാൻ തുടങ്ങി, ബുക്ക് ഇറക്കി, അങ്ങനെയൊക്കെ ആയതിനു ശേഷം ഇറ്റ് ഇൻസ്പയർഡ് മീ അ ലോട്ട്. ആൻഡ് അങ്ങനെയാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 3 to 4 months എടുത്തു ഈ ബുക്ക് എഴുതാൻ. ലൈക്ക് കുറേ ഗ്യാപ്പൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായില്ല. ഞാനിങ്ങനെ ഇരുന്ന് ഇതിനു വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്ത് എഴുതി. അപ്പോൾ ഇതിൻ്റെ ഐഡിയ എവിടുന്ന് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ഹൊറർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എഴുതുമ്പോൾ എനിക്ക് വരുന്നത് ഹൊറർ ആയിരിക്കാം. കാരണം ഞാൻ വായിക്കുന്നത് റൊമാൻസ് വായിക്കും, കോമഡി വായിക്കും, ട്രാജഡി എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഞാൻ എഴുതുമ്പോൾ എനിക്ക് വരുന്നത് ഹൊറേഴ്സാണ്. ഹൊറർ സീൻസ് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരോടും ഹൊറർ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പണ്ടേ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ ലൈക്ക് ഞാൻ കാണുന്നത് മൊത്തം ഹൊറർ സിനിമ എല്ലാം ഞാൻ കാണാറുണ്ട്. ബട്ട് കൂടുതലും എനിക്ക് ഹൊറർ ഫിലിംസ്, ഹൊറർ സീരീസ്, പിന്നെ കാർട്ടൂൺസ് ആയാലും എല്ലാം ഇഷ്ടമാണ്. ബട്ട് ബേസിക്കലി ഹൊററാണ് എൻ്റെ ഒരു തീമായിട്ട് വരാം. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഈ ഒരു ഇത് പിടിച്ചെടുത്തത്. ലൈക്ക് ത്രെഡ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ തന്നെ ഞാൻ കുറേ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഫിലിം, സ്റ്റോറി, ഞാൻ വായിച്ച നോവൽസ്, ഇത് എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഞാനൊരു സ്റ്റോറി ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു. ഇങ്ങനെ ഇത് കഴിഞ്ഞിട്ട് അടുത്തത് എന്ത് ചെയ്യണം, ഈ പെൺകുട്ടി അങ്ങോട്ട് കയറണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, ആരായിരിക്കണം വരുന്നത്, അല്ലെ വല്ല ഗോസ്റ്റ് ആണോ അതോ വല്ല ഷാഡോ ആണോ, കുറച്ച് സ്ട്രഗിൾസ് ഉണ്ട്, വലിയ കാര്യമൊന്നുമില്ല. സോ നമ്മളങ്ങനെ എഴുതുമ്പോൾ ആ ഫ്ലോയിലാണ് ആ സ്റ്റോറി അങ്ങനെ പോയിക്കോളും. പിന്നെ ലാസ്റ്റ് കൺക്ലൂഷനിലാണ് ഒരു ഇത് വന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ബിഗിൻ. ആ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഈസ് ഡിസയർ വേഴ്സസ് ഫിയർ. അതായത് ആഗ്രഹവും ഭയവും തമ്മിലുള്ള ഫൈറ്റ് ആണ് ഡിസയർ വേഴ്സസ് ഫിയർ. ഇതാണ് നിങ്ങളുടെ നോവലിൽ ഉണ്ടാവേണ്ട മെയിൻ കാര്യം. അതാണ് നമ്മുടെ മെയിൻ പ്ലോട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പേജ് എഴുതുമ്പോൾ ഇങ്ങനെ ചിന്തിക്കരുത് ഭയങ്കര ടാലന്റഡ് ആണോ, ഭയങ്കര സംഭവമായിരിക്കണം, ലൈക്ക് ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യണം, അത് ശരിയാണ്. പക്ഷെ മിസ്റ്റേക്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതിയിട്ട് ആൾക്കാരെ പിടിക്കണം എന്നറിയുണ്ടാവില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര സഡിലായിട്ട് പോവുക. ഡയലോഗ്സ് ഒന്നും ഫസ്റ്റ് കൊണ്ടുവരരുത്. സിമ്പിളായിട്ട് എങ്ങോട്ടെങ്കിലും. ഇപ്പോൾ ഈ ബുക്കിലാണ് ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് വെച്ചാൽ ആ പെൺകുട്ടി അവിടെ കയറുന്നതാണ് ഞാൻ ഫസ്റ്റ് എഴുതിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അതുപോലെ തന്നെ നമ്മൾ പ്രൊട്ടാഗനിസ്റ്റിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ സഡിലായിട്ട് തന്നെ പോവുക. കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കരുത്. ഫസ്റ്റ് പേജ് അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പാടില്ല. അപ്പോൾ ഓഡിയൻസിന് അത് വായിക്കുമ്പോൾ ഇനിയും വായിക്കാന്നുള്ളൊരു തോന്നൽ വരും. ഡിസയർ വേഴ്സസ് ഫിയർ എന്ന് ഞാൻ പറഞ്ഞില്ലേ. സോ ദിസ് ഈസ് വെയർ പ്രൊട്ടാഗനിസ്റ്റ് ഡിസൈഡ്സ് വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്. അതായത് പെയിൻ വേഴ്സസ് പെയിൻ, അതായിരിക്കണം നമ്മുടെ ആ നോവലിൽ ഒരു ഉള്ളടക്കം. ലൈക്ക് നമ്മളത് ചെയ്യാൻ പോകും, നമുക്കത് ആഗ്രഹമുണ്ട് ചെയ്യാൻ, പക്ഷെ എന്തൊക്കെയോ നമ്മുടെ പിന്നിൽ ഇങ്ങനെ മിസ്ബിലീഫ് ആകാം, അല്ലെങ്കിൽ വില്ലൻ ആവാം, എന്ത് വേണമെങ്കിലും ആകാം. സെക്കൻഡ് വൺ, പിഞ്ച് പോയിന്റ്.
പിഞ്ച് പോയിന്റ് മീൻസ് സംതിങ് ദാറ്റ് ഹോൺസ് ദ പ്രൊട്ടാഗനിസ്റ്റ് ത്രൂ ഔട്ട് ദ സ്റ്റോറി. അപ്പോൾ പ്രൊട്ടാഗനിസ്റ്റിന്റെ ആ ഒരു ജേർണിയിൽ ലൈക്ക് എന്തൊക്കെയോ ഇങ്ങനെ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതാണ് പിഞ്ച് പോയിന്റ്. അപ്പോൾ ഓഡിയൻസിനത് റീഡ് ചെയ്യുമ്പോൾ വാവ് അല്ലെങ്കിൽ ഓ അങ്ങനെയൊക്കെ തോന്നുന്നു, ലൈക്ക് എക്സ്പ്രഷൻസ് വരും അവരുടെ ഇതിൽ. അപ്പോൾ പിഞ്ച് പോയിന്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ലൈക്ക് മിസ്ബിലീഫ് ആവാം, അല്ലെങ്കിൽ ഒരു ലൈ ആവാം, എന്തോ ആ പ്രൊട്ടാഗനിസ്റ്റിനെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതൊരു വില്ലൻ ആവണം തന്നില്ല, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന സംഭവം അങ്ങനെ ആവണമെന്നില്ല, ബട്ട് മിസ്ബിലീഫ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. Now third one is suspense. സസ്പെൻസിൽ 3 തരം സസ്പെൻസ് ആണുള്ളത്: വൈക്കേരിയസ്, ഷെയർഡ് ആൻഡ് ഡിറക്റ്റ്. വൈക്കേരിയസിൽ നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോണത്. യെസ്, ഇങ്ങനെ ആവും, ഓ പ്രൊട്ടാഗനിസ്റ്റ് ഇങ്ങനെ ഒരു സംഭവമാണ് ഇനി അടുത്ത് നടക്കാൻ പോണത്, ബട്ട് പ്രൊട്ടാഗനിസ്റ്റിന് അതിനെക്കുറിച്ച് അറിയില്ല. ഷെയർഡിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമുക്കറിയാം ആ പ്രൊട്ടാഗനിസ്റ്റ്, അപ്പം രണ്ടുപേരും കൂടുതൽ ആ ഒരു കണക്ഷൻ ഉണ്ടാവും. സോ കുറച്ച് പേടിയുണ്ടാവും, ക്യാരക്ടറും പേടിയുണ്ടാവും, നമുക്കും പേടിയുണ്ടാവും. ഇനി ഡിറക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി ടെൻഷൻ അടിക്കുന്ന ആ നോവൽ വായിച്ച് ക്യാരക്ടറിന് എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് നമ്മുടെ കാര്യം കൊടുത്ത് ടെൻഷൻ അടിക്കുന്നതാണ് ഡിറക്റ്റ് സസ്പെൻസ്. അപ്പൊ ഡിറക്റ്റ് സസ്പെൻസ് നോവലിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, അപ്പൊ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും റീഡേഴ്സിന് അത് വായിക്കുമ്പോൾ. Now third one is plot twist. Plot twist is a game changing midpoint. So അതില് ലൈക്ക് ക്രേസി ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കര സസ്പെൻസ് ആയിട്ടുള്ള പ്ലോട്ട് ട്വിസ്റ്റുകളുണ്ട്, അതിനൊന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻസിഡന്റും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈക്ക് ഒരു നോവൽ എഴുതുമ്പോൾ നമ്മൾ മിസ്ബിലീഫ് ആഡ് ചെയ്യുക. അപ്പൊ പെട്ടെന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചില്ല, ക്യാരക്ടറിന് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചില്ല, അല്ലെങ്കിൽ ഒരു ഫോൾസ് ആഡ് ചെയ്യും. അപ്പൊ അത്രയും നേരം വായിച്ചുകൊണ്ടിരിക്കുന്ന റീഡേഴ്സിന് ഒരു ജമ്പ് എക്സ്പീരിയൻസ് ആയിരിക്കും, ലൈക്ക് ഫ്രം ദ ട്രൂത്ത് ടു ഫോൾസ്. സോ ദിസ് ഈസ് എ പ്ലോട്ട് ട്വിസ്റ്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ്. ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ് എഴുതുമ്പോൾ നോവലിന്റെ ഒരു മിഡിൽ പോർഷനിലായിട്ട് വേണം എഴുതാൻ. ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ് മീൻസ് പ്രൊട്ടാഗനിസ്റ്റ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺ. അതായത് ദേ ആർ ഫോഴ്സ്ഡ് ടു മേക്ക് എ ചോയ്സ്. അതുവരെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ക്യാരക്ടറിന് പെട്ടെന്ന് ഒരു ഇതിലേക്ക് മാറേണ്ടി വന്നു, അല്ലെങ്കിൽ ലൈക്ക് ഇതുപോലെ തന്നെ മിസ്ബിലീഫോ അല്ലെങ്കിൽ വില്ലൻ വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രഗിൾസ് വന്നു, അപ്പോൾ ദേ ആർ ഫോഴ്സ്ഡ് ടു മേക്ക് അനദർ ചോയ്സ്. അതാണ് ഇൻസൈറ്റിംഗ് ഇൻസിഡന്റ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഞാൻ 5 ടിപ്സും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാനൊരു ചെറിയ ടിപ്പും കൂടെ തരാം, ലൈക്ക് ലാസ്റ്റ് ചാപ്റ്റർ എങ്ങനെ എഴുതണം. ഞാൻ എൻ്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ചാപ്റ്റർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചധികം സ്ട്രഗിൾസ് ഉണ്ടായി. ബാക്കിയുള്ളത് എഴുതുന്നതിനേക്കാളും കുറച്ച് ടഫായിരുന്നു. ബിക്കോസ് എങ്ങനെ ഒരു നോവൽ, ഒരു ഗോത്തിക് നോവൽ കൺക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ആ അബാൻഡൻ ഹൗസിൽ കയറി കഴിഞ്ഞിട്ട് പിന്നെ അവൾക്കൊരു രക്ഷയില്ല എന്ന രീതിയിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ അത് മാച്ചായി വന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഷീ ഹാഡ് എ സക്സസ്ഫുൾ കൺക്ലൂഷൻ, അല്ലെങ്കിൽ അവളുടെ ലൈഫിൽ അവള് അതൊക്കെ കഴിഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്ത് അവളുടെ എല്ലാ ആഗ്രഹവും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഹാപ്പി ആയിട്ട് തിരിച്ചു വരുന്ന ഒരു കൺക്ലൂഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ചാപ്റ്റർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡോണ്ട് ലീവ് എനി ക്വസ്റ്റ്യൻസ് അൺആൻസേർഡ്. എല്ലാത്തിനുള്ള ഉത്തരം ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, ചേഞ്ച് ദ പ്രൊട്ടാഗനിസ്റ്റ് മൈൻഡ് ഇൻ എ സഡൻ വേ. ആൻഡ് തേർഡ് വൺ, crush the misbelief. So that's it guys. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം ഞാൻ വരും. Okay, bye. Subscribe and share.